ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ സ്പോഞ്ചായിട്ടുള്ള ഒരു വാനില കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ ഒരൊറ്റ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കാം. വളരെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. കേക്കിൻ്റെ ഉൾവശമൊക്കെ നല്ല രീതിയിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ സോഫ്റ്റ് കേക്കിൻ്റെ ഒരു റെസിപ്പി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, അളവുകളും കൃത്യമായി ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു സ്പോഞ്ച് കേക്ക് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട ഒന്ന് നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 1 കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിനാണ് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇട്ടതിന് ശേഷം ഒരു സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബീറ്റർ വെച്ച് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ പഞ്ചസാര എല്ലാ ഭാഗത്തും തെറിച്ച് പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പഞ്ചസാര ഇട്ടതിന് ശേഷം നല്ല രീതിയിൽ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 സ്പൂൺ അപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ സ്പൂണൊക്കെ ആണെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പക്കാരം കുറച്ചേ പറ്റുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് തരിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു ചെറിയ പാത്രം ആയതിൻ്റെ പേരിൽ ഞാനൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുള്ളതാണിത്. അതിനുശേഷം ഒരു സ്പൂൺ കൊണ്ട് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ മൈദയൊക്കെ ഇങ്ങനെ തെറിച്ച് പോവും. അതുകൊണ്ടാണ് ഒരു സ്പൂൺ കൊണ്ട് ആദ്യം മിക്സ് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും ഒഴിച്ചെടുക്കാം കേട്ടോ. അതിനുശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കൂടുതൽ നേരമൊന്നും ബീറ്റ് ചെയ്തേണ്ട ആവശ്യമില്ല. മൈദയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് നേരം ബീറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഞാൻ ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കേക്കിനുള്ള. ഇനി ഞാൻ കേക്ക് ഉണ്ടാക്കാനായിട്ടൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ബട്ടർ പേപ്പർ വെച്ചെടുക്കാം. പക്ഷേ എൻ്റെ അടുത്ത് ബട്ടർ പേപ്പർ ഇല്ലാത്തത് കാരണം സാധാ പേപ്പറാണ് ഞാൻ വെച്ചെടുക്കുന്നത്. നോട്ട്ബുക്കിൻ്റെ പേപ്പറാണ് വെച്ചെടുക്കുന്നുള്ളത് കേട്ടോ. അതിൻ്റെ മേലെ കുറച്ചും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതിയാവും കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ കേക്കൊന്നും അടികരിഞ്ഞ് പോവാതിരിക്കാൻ വേണ്ടി കുറച്ച് മൈദപ്പൊടി ചെറുതായിട്ടൊന്നിങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്നിങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ കേക്ക് ഇങ്ങനെ പൊന്തി വരുന്ന ഭാഗത്ത് വരെ നമുക്കിതുപോലെ വിതറി കൊടുക്കാം. അതിനുശേഷം ഈ ബാറ്ററി നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. മാവ് എല്ലാ ഭാഗത്തും ഒരുപോലെ ആവാൻ വേണ്ടിയിട്ടാണ് ഒന്നിങ്ങനെ ഇതാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു 3/4 മണിക്കൂറോളം ഇതൊരു ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ ഇത് നന്നായി പൊന്തി വരുന്നത് കാണാം. അപ്പോൾ ഒരു 3/4 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലത്തെ ഒരു കൊള്ളി ഉപയോഗിച്ച് നമുക്കിത് വെന്തോ എന്നറിയാൻ പറ്റും കേട്ടോ. വെന്തിട്ടില്ലെങ്കിൽ അതും നമ്മൾ ഈ കുത്തുന്നതുമ്മൽ മാവ് ഒട്ടിപ്പിടിക്കും. നമ്മളെ കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ. അപ്പം ഒട്ടും തന്നെ കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർ ഈ ഒരൊറ്റ വീഡിയോ കണ്ട് കേക്ക് ഉണ്ടാക്കി നോക്കാം. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക.